അല്ല, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അതിന്റെ അല്ല, ഞാൻ സംസാരിക്കുമ്പോൾ വീണ്ടും ചോദിക്കല്ലേ അങ്ങ്, ഞാൻ മറുപടി. മുന്നണി ഗവൺമെന്റ് PMC നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. പൊതുവിദ്യാഭ്യാസ രംഗം കേരളത്തിൽ നിന്ന് PMCയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. PMCക്ക് വേണ്ടി ഫണ്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് വാർത്താ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ അത് വസ്തുതാ വിരുദ്ധമാണ്, കള്ളമാണ്. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേരളം ഈ PMCയിലെ ഒപ്പുവെച്ച നടപടി കെറ്റിൻ അബയൻസിൽ വെക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്ര ഗവൺമെന്റിന് കത്തയക്കുകയും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഞാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി കത്തെഴുതുകയും നമ്മൾ PMC പദ്ധതി തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളുണ്ടല്ലോ, അതിൽ ഒരു നടപടിക്രമങ്ങൾ പോലും പൂർത്തീകരിച്ചിട്ടില്ലെന്ന് മാത്രം. പദ്ധതിയിൽ നമ്മൾ തുടരാൻ നമ്മൾ നിർബന്ധിതരാണ്. കാരണം ഓൾറെഡി എഗ്രിമെന്റ് വെച്ചു. അതിന്റെ ലീഗൽ സ്റ്റേറ്റസ് എന്താണ്? നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റുന്ന അതുപോലെ അവരുടെ പൊറാട്ട് നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ജനങ്ങളൊന്നേ പറയാനുള്ളൂ, ഇതിലിപ്പോൾ നടക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ PM3 പദ്ധതി എങ്ങനെയെങ്കിലും കുറച്ച് അളവുകളോ അല്ലെങ്കിൽ കുറച്ച് മോഡിഫിക്കേഷനോടെ നടപ്പിലാക്കാൻ ഇവർ ശ്രമിക്കും. ഇനിയാണ് കളി. ഇനി പ്രതിപക്ഷത്തിന്റെ സമരത്തോട് സമരം. പ്രതിപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടനകൾ തൊട്ട് യുവ സംഘടനകൾക്കൊക്കെ ഈ ഓവർ ടൈമും പണിയാണ്. ഈ കേരളം കാണാൻ പോകുന്നത് മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം.